السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن أظلم ممن افترى على الله كذبا أو كذب بآياته إنه لا يفلح الظالمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ സമയങ്ങളെയും സന്ദർഭങ്ങളെയും അള്ളാഹുവിന് പൊരുത്തമുള്ള മാർഗത്തിലേക്ക് വിനിയോഗിച്ചുകൊണ്ട് ശുക്ർ ചെയ്യുന്ന, നന്ദി ചെയ്യുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ അർഹമുർ-റഹീമീനായ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുകയും നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തന്ന് ശുദ്ധീകരിച്ച് അവന്റെ മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലെത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക വിശ്വാസങ്ങളും ആചാരങ്ങളും നടപടിക്രമങ്ങളും മുഴുവനും സത്യവിശ്വാസികൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ആരെങ്കിലും പറഞ്ഞ കേട്ടുകേൾവിയുടെയോ ഊഹാപോഹങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് കൃത്യമായ പ്രമാണങ്ങളിലൂടെയാണ് ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും സത്യവിശ്വാസികൾ ഗ്രഹിക്കേണ്ടത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബാലപാഠമാണ്. മുൻകഴിഞ്ഞ പല സമുദായങ്ങളിലും സത്യമായ വേദഗ്രന്ഥങ്ങളെ മാറ്റിമറിച്ച് അവയ്ക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത അർത്ഥങ്ങളും ആശയങ്ങളും നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു വചനം കൊണ്ടെന്താണ് ഉദ്ദേശിച്ചതെങ്കിൽ അതിന്റെ നേർ വിപരീതമായ വഴിയിലേക്കതിനെ ദുർവ്യാഖ്യാനിച്ച് കൊണ്ടുപോയി വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ മാഹാത്മ്യത്തെ കളങ്കപ്പെടുത്തിയ ജൂതന്മാരും ക്രിസ്ത്യാനികളും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ നമസ്കാരങ്ങളിൽ കൃത്യമായി അല്ലാഹുവിനോട് ഒരു പാതയെ സംബന്ധിച്ച് വളരെ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് അതിൽ ചേർക്കണേ എന്ന് തേടുമ്പോൾ മറ്റൊരു പാതയെ സംബന്ധിച്ച് വളരെ ഭീതിയോടുകൂടെ അല്ലാഹുവിനോട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ,
അവരുടെ വഴിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ എന്നും നാം ഓരോരുത്തരും ദിനേന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയിലൂടെ നാം ഓരോരുത്തരും അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് നീ ഞങ്ങളെ നയിക്കണേ അല്ലാഹ്, മുസ്തഖീമായ വഴിയിലേക്ക് നീ ഞങ്ങളെ ചേർത്തുകൊള്ളണേ. എന്നിട്ട് നമ്മൾ അല്ലാഹുവിനോട് പറയാണ്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിലേക്ക്. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ പാതയിലേക്ക് നീ ഞങ്ങളെ വഴിനടത്തണം. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ എന്ന് ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുമുണ്ട്. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആര് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചുവോ അത്തരത്തിൽപ്പെട്ട ആളുകൾ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. സ്വർഗത്തിൽ അവർ ഏറ്റവും നല്ലവരായ എത്ര നല്ല കൂട്ടുകാരാണ്. ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ എന്ന് തുടർന്നുകൊണ്ട് പറയുന്നു, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അംബിയാക്കന്മാർ, അതുപോലെ തന്നെ ദീനിന്റെ പാതയിൽ രക്തം ചിന്തി വീരമൃത്യു വരിച്ചിട്ടുള്ള ശുഹദാക്കൾ, അതുപോലെ തന്നെ സത്യസന്ധരായി ജീവിച്ച സിദ്ദീഖീങ്ങൾ, അതുപോലെ സാലിഹീങ്ങളായി ജീവിച്ചവരായ മഹാന്മാർ. ഈ 4 വിഭാഗത്തെ പറഞ്ഞിട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളിലും നീ അനുഗ്രഹിച്ചവരായ ഈ മഹത്തുക്കളുടെ വഴിയിലേക്കാണ് നീ ഞങ്ങളെ ചേർത്ത് തരേണ്ടത്. അതേ അവസരത്തിൽ ഒരു വിഭാഗത്തിന്റെ പാതയില്ലെന്ന് അല്ലാഹുവിനോട് നമ്മൾ മോചനവും ചോദിക്കുകയാണ്. അതാരാണ്? ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അല്ലാഹുവിന്റെ കോപത്തിന് വിധേയരായ, അതുപോലെ തന്നെ സത്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടും ആ സത്യത്തിന്റെ പാതയിൽ നിന്ന് വഴിപിഴച്ചു പോയിട്ടുള്ള ജൂതരും ക്രിസ്ത്യാനികളും അഥവാ യഹൂദികളും നസാറാക്കളുടെയും പാതയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളുകയും അംബിയയിന്റെയും ശുഹദായിന്റെയും സിദ്ദീഖീങ്ങളുടെയും സാലിഹീങ്ങളുടെയും പാതയിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണേ എന്ന് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആമീൻ എന്ന് പറയുന്നവരാണ്.